സാമ്രാജ്യത്വ രാജ്യങ്ങളും മറ്റ് മൂന്നാം ലോകരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള വൈരുദ്ധ്യം അതും ശക്തിയായിട്ട് തുടരുകയാണ്. സാമ്രാജ്യത്വത്തിൻ്റെ പിൻബലത്തോടുകൂടി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പലസ്തീനെതിരായിട്ടുള്ള യുദ്ധം, ആ രാജ്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമേ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കുള്ളൂ എന്ന് UN അല്ല ഏത് വന്നാലും ഞങ്ങളതിന് വിധേയപ്പെടില്ല എന്ന് പരസ്യമായിട്ട് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. നമ്മൾ കാണുകയാണ്. ലോകം മുഴുവൻ ഒറ്റക്കെട്ടായാലും അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. വീറ്റോ ചെയ്യാൻ അമേരിക്ക ഉണ്ട്. അവിടെ ഒരു പ്രമേയവും അവിടെ പാസ്സാക്കാനാവില്ല. ഇസ്രയേലിനെതിരായിട്ട്, ഈ യുദ്ധത്തിനെതിരായിട്ട് വംശഹത്യ നടത്തുകയാണ്. കുട്ടികളെയും സ്ത്രീകളെയും കൊന്നൊടുക്കുകയാണ്. അതിപ്പോഴും വർഷം കഴിഞ്ഞിട്ടും തുടരുകയാണ്. ഈ വൈരുദ്ധ്യം ശക്തിയായി തുടരുന്നുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയിലേക്കും അതിൻ്റെ കടന്നുകയറ്റമുണ്ട്. ഭരണാധികാരികളെ തന്നെ നിരന്തരമായിട്ട് കൊന്നൊടുക്കുന്ന ചിത്രം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇറാഖിൻ്റെയും ഇറാൻ്റെയും ഒക്കെ സംഭവ പരമ്പരകൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവർത്തിക്കുന്നില്ല. ഇത് മൂന്നാം ലോക രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ രാജ്യങ്ങൾക്കെതിരായ സാമ്രാജ്യത്വ കടന്നാക്രമണത്തിൻ്റെ രീതിയാണ്. സമ്പത്ത് മുഴുവൻ സാമ്രാജ്യത്വ ശക്തികൾ കൈയടക്കിയിരിക്കുകയാണ്. ലോകത്തെമ്പാടുമുള്ള സമ്പത്തിൻ്റെ 90% ഈ 10% കയ്യിലാണ് ഉള്ളത്. ഈ രീതിയിൽ ഒരു കേന്ദ്രീകൃതമായ സമ്പത്ത് വ്യവസ്ഥയായിട്ടാണ് സാമ്രാജ്യത്വം നിലകൊള്ളുന്നത്. അത് കൂടുതൽ കൂടുതൽ ദരിദ്രരുടെ ദുരിതത്തെ അത് വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൻ്റെ തന്നെ ഉൽപ്പന്നമാണ് നാലാമത്തെ പ്രശ്നം. അത് ഭരണകൂടങ്ങളും ജനങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. അത് അമേരിക്ക ഉൾപ്പെടെ ലോകത്തെമ്പാടും ഏതെങ്കിലും ഒരു രാജ്യത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഓരോന്നില്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വകാര്യവൽക്കരണ കാലത്ത്, ആഗോളവൽക്കരണ കാലത്ത് ഈ രീതിയിൽ വരുന്ന നിലപാടിൻ്റെ സാമ്പത്തിക സമീപനത്തിൻ്റെ ഭാഗമായി കൂടുതൽ പൊറുതിമുട്ടുന്ന, കൂടുതൽ ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യന്മാർ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, യുവാക്കൾ, പുതിയ തലമുറ അമേരിക്കയിൽ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ ശക്തിയായ സമരത്തിലേക്ക്, പ്രക്ഷോഭത്തിലേക്ക് വരുന്നു. UK തൊഴിലാളി വർഗം സമരം നടത്തുന്ന പ്രക്ഷോഭം നമ്മൾ കാണുന്നു. അവിടെ ഇപ്പോൾ തീവ്ര വലതുപക്ഷത്തിൽ നിന്ന് മോചിതമായ രീതിയിൽ ലേബർ പാർട്ടിക്ക് തന്നെ മുൻകൈ കിട്ടിയ സാഹചര്യം. ഫ്രാൻസിലെ അതിശക്തിയായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് മുന്നേറാൻ കഴിയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വർത്തമാന കാലം. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ മേഖല, ഇന്ത്യ ഉൾപ്പെടെ, ഏഷ്യ വൻകരയിലെ ഏറ്റവും പ്രബലമായ ഇന്ത്യ രാജ്യത്തുൾപ്പെടെ അതിശക്തിയായ പോരാട്ടങ്ങളിലേക്ക്, സമരങ്ങളിലേക്ക്, കർഷകരുടെ, തൊഴിലാളികളുടെ, അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പോരാട്ടങ്ങൾ നമ്മൾ കാണുകയാണ്. യാദൃശ്ചികമല്ല. ആഗോളതലത്തിൽ തന്നെ ഭരണകൂടത്തിൻ്റെ കടന്നാക്രമങ്ങൾക്ക് വിധേയമാവുന്ന സാധാരണ ജനത, തൊഴിലാളികൾ, അധ്വാനിക്കുന്ന ജനത വലിയ പോരാട്ടങ്ങളിലേക്ക്, അവരോടൊപ്പം ചേർന്ന് യുവാക്കൾ, വിദ്യാർത്ഥികൾ വമ്പിച്ച രീതിയിലുള്ള സമരങ്ങളും പോരാട്ടങ്ങളും രൂപപ്പെടുത്തുന്ന വർത്തമാന കാലത്തിൻ്റെ പ്രത്യേകത കൂടി നമ്മൾ കാണണം. ഞാനിനി അതിൻ്റെ മറ്റു വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെ ഒരു സാർവദേശീയ പശ്ചാത്തലത്തിൽ വേണം നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഫലപ്രദമായിട്ട് പരിശോധിക്കാൻ. സാമൂഹ്യ പരിവർത്തനത്തിനുതകുന്ന സാർവദേശീയ വൈരുദ്ധ്യങ്ങളിൽ മൂർച്ഛിച്ചു നിൽക്കുന്ന സാമ്രാജ്യത്വ സോഷ്യലിസ്റ്റ് ശക്തികൾ തമ്മിലുള്ള വൈരുദ്ധ്യവും, അതുപോലെ തന്നെ ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞ ഭരണകൂട വ്യവസ്ഥയും ജനങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യവും എല്ലാം മൂർച്ഛിച്ച നിലയിലെത്തി നിൽക്കുകയാണ്. സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യമാണ് അത്രത്തോളം മൂർച്ഛിക്കാതെ നിൽക്കുന്നത്. മൂന്നാം ലോകരാജ്യങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണം സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് ശക്തിയായി തുടരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കെങ്ങനെ ഇന്ത്യൻ സമൂഹത്തെയും ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെയും അതിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ പുതിയ ചുമതലകളെയും നമുക്കെങ്ങനെയാണ് കാണാനാവുക? ഇതാണ് ദേശീയ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.